ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. 4 ടീമാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. PSG, ആഴ്സണൽ, ബാഴ്സലോണ, ഇന്റർ മിലാൻ. PSG വേഴ്സസ് ആഴ്സണലാണ് ഫസ്റ്റ് മാച്ച് ഇന്ന് രാത്രിയാണ് നടക്കുന്നത്. നമ്മൾ ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ 30-ാം തീയതി മെയ് 12 അതായത് നാളെ രാത്രി 12:30 ഈ ഒരു മാച്ച് നടക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ലെഗ് വരുന്നത് 7-ാം തീയതി രാത്രി, അതായത് ടെക്നിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മെയ് 8-ാം തീയതി 12:30 ഈ ഒരു മാച്ച് നടക്കുന്നത്. PSG-യുടെ ഈ ഒരു സീസണിലെ ജേണി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ലീഗ് സ്റ്റേജിൽ നിന്ന് പുറത്താവും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അവരുടെ ഫസ്റ്റ് പെർഫോമൻസ് ഒക്കെ. പിന്നെ അവിടുന്ന് അവർ തിരിച്ചു വന്നു. അവർ റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആയി. റൗണ്ട് ഓഫ് 16 അവർക്ക് ലിവർപൂളിനെയാണ് കിട്ടിയത്. ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഫോമിൽ നിൽക്കുന്ന ഒരു ലിവർപൂളിനെയാണ് അവർക്ക് കിട്ടിയത്. നമ്മളെല്ലാവരും വിചാരിച്ചത് ലിവർപൂൾ സിമ്പിളായിട്ട് PSG-നെ പരാജയപ്പെടുത്തുന്ന. ബട്ട് എന്താ പറയുക, ആൻഫീൽഡിൽ വെച്ച് അവിടെ 1-1 എന്നുള്ള അഗ്രിഗേറ്റ് സ്കോറായി മാറി. ആൻഫീൽഡിൽ വെച്ച് പെനാൽറ്റീസ് വന്നു. പെനാൽറ്റീസിൽ ലിവർപൂളിനെ പരാജയപ്പെടുത്തി PSG ക്വാർട്ടർ ഫൈനലിലോട്ട് ക്വാളിഫൈ ആയി. ആൻഫീൽഡിൽ വെച്ച് പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യമല്ല. അങ്ങനെ അവർ ക്വാർട്ടർ ഫൈനലിലോട്ട് ക്വാളിഫൈ ആയി. ക്വാർട്ടർ ഫൈനലിൽ അവർക്ക് ആസ്റ്റൺ വില്ലയെ കിട്ടി. PSG വേഴ്സസ് ആസ്റ്റൺ വില്ല മാച്ച്. ആ മാച്ച് കണ്ടവർക്ക് അറിയാം, അതൊരു കിടിലം മത്സരമായിരുന്നു. 5-4 എന്നുള്ളൊരു അഗ്രിഗേറ്റ് സ്കോറിന് ആസ്റ്റൺ വില്ലയെയും പരാജയപ്പെടുത്തി PSG സെമി ഫൈനലിലോട്ട് ക്വാളിഫൈ ആയി. ആഴ്സണലിൻ്റെ ഒരു ജേണി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റൗണ്ട് ഓഫ് 16 PSV എന്ന് പറഞ്ഞൊരു ടീമിനെയാണ് കിട്ടിയത്. 9-3 എന്നുള്ളൊരു ബിഗ് അഗ്രിഗേറ്റ് സ്കോറിന് സിമ്പിളായിട്ട് അവർ ക്വാർട്ടർ ഫൈനലിലോട്ട് ക്വാളിഫൈ ആയി. ക്വാർട്ടർ ഫൈനലിൽ പക്ഷേ അവർക്ക് റയൽ മാഡ്രിഡിനെയാണ് കിട്ടിയത്. കറന്റ് ചാമ്പ്യൻസ്, ഡിഫെൻഡിങ് ചാമ്പ്യൻസ് എന്നൊക്കെ പറയുന്ന റയൽ മാഡ്രിഡിനെയാണ് കിട്ടിയത്. പക്ഷേ അവരെയും 5-1 എന്നുള്ളൊരു ബിഗ് അഗ്രിഗേറ്റ് സ്കോറിന് റയൽ മാഡ്രിഡിനെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ നിന്നും പുറത്താക്കി ആഴ്സണൽ. അങ്ങനെ അവർ സെമി ഫൈനലിലോട്ട് ക്വാളിഫൈ ആയി. ഈ ഒരു PSG വേഴ്സസ് ആഴ്സണൽ മാച്ച് എന്ന് പറയുന്നത് 2 ബിഗ് കോച്ചുകൾ തമ്മിലുള്ളൊരു മാച്ചും കൂടിയാണ്. ലൂയിസ് എൻറിക്കയും ആർട്ടിറ്റയും എന്താ പറയുക, 2 ബിഗ് നെയിമുകൾ തമ്മിലുള്ള ഒരു മാച്ചും കൂടിയാണ്. ഈ ഒരു മാച്ചിൽ തീ പാറും എന്നുള്ളത് ഓൾമോസ്റ്റ് ഉറപ്പാണ്. പിന്നെ 2 സെക്കൻഡ് മാച്ച് വരുന്നത് ബാഴ്സലോണ വേഴ്സസ് ഇന്റർ മിലാൻ മാച്ചാണ്. ഇന്റർ മിലാൻ്റെ ഈ ഒരു സീസണിലെ ജേണി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റൗണ്ട് ഓഫ് 16 ഫൈനോർഡ് എന്ന് പറഞ്ഞൊരു ടീമിനെയാണ് കിട്ടിയത്. 4-1 എന്നുള്ളൊരു അഗ്രിഗേറ്റ് സ്കോറിന് ആ ടീമിനെ സിമ്പിളായിട്ട് പുറത്താക്കി. പിന്നെ ക്വാർട്ടർ ഫൈനലിൽ അവർക്ക് ബയൺ മ്യൂണിക്കിനെയാണ് കിട്ടിയത്. ആ ഒരു മാച്ച് കുറച്ച് കഷ്ടപ്പെട്ടു ഇന്റർ മിലാൻ ബയൺ മ്യൂണിക്കിനായിട്ട് അവർ നേരിടാൻ. അവരെ 4-3 എന്നുള്ളൊരു അഗ്രിഗേറ്റ് സ്കോറിന് ബയൺ മ്യൂണിക്കിനെയും പുറത്താക്കി അവരെന്ത് ചെയ്തു, സെമി ഫൈനലിലോട്ട് ക്വാളിഫൈ ആയി. ബാഴ്സലോണയുടെ ഒരു ചാമ്പ്യൻസ് ലീഗിലെ ജേണി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗ് സ്റ്റേജിൽ അവർ സെക്കൻഡാണ്. അവിടുന്ന് അവർ റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആയി. റൗണ്ട് ഓഫ് 16 അവർക്ക് ബെൻഫിക്കയെ കിട്ടി. ബെൻഫിക്കയെ 4-1 എന്നൊരു അഗ്രിഗേറ്റ് സ്കോറിന് സിമ്പിളായിട്ട് പുറത്താക്കി. പിന്നെ ക്വാർട്ടർ ഫൈനലിൽ അവർക്ക് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ കിട്ടി. ഫസ്റ്റ് ലെഗിൽ 4-0 എന്നുള്ളൊരു ബിഗ് അഡ്വാൻറ്റേജോടുകൂടി തന്നെ സെക്കൻഡ് ലെഗിലോട്ട് പോയി. സെക്കൻഡ് ലെഗിൽ അവർ 3-1 എന്നുള്ളൊരു സ്കോറിന് പരാജയപ്പെട്ടു. ബട്ട് ആ ഒരു 4-0 എന്നുള്ളൊരു വലിയൊരു സ്കോറിൻ്റെ അഡ്വാൻറ്റേജ് കൊണ്ട് തന്നെ 5-3 എന്നുള്ളൊരു അഗ്രിഗേറ്റ് സ്കോറിന് ബാഴ്സലോണ സെമി ഫൈനലിലോട്ട് ക്വാളിഫൈ ആയി. ബാഴ്സലോണയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഫോമിലാണ്. കോപ്പ ഡെൽ റേ കപ്പ് എടുത്തു. എൽ ക്ലാസിക്കോയിൽ 3-2 എന്ന് റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തി കോപ്പ ഡെൽ റേ കപ്പ് എടുത്ത് ഭയങ്കര ഫോമിലാണ്. ഇന്റർ മിലാൻ ആണെന്നുണ്ടെങ്കിൽ അത്ര ഫോമിലല്ല. അവരിപ്പോൾ സീരിയയിൽ കോൺസിക്യൂട്ടീവായിട്ട് 3 മാച്ചസ് ഒക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടീം തമ്മിലുള്ളൊരു ക്ലാഷും. ഫസ്റ്റ് മത്സരം ബാഴ്സലോണക്ക് ഹോം മാച്ചാണ്. അതായത് ഈ ഒരു 1-ാം തീയതി മെയ് നടക്കുന്ന ഈ ഒരു മാച്ച് ബാഴ്സലോണയുടെ ഹോം മാച്ചാണ്. സെക്കൻഡ് മാച്ചാണ് ഇന്റർ മിലാൻ്റെ ഹോം മാച്ച്. PSG വേഴ്സസ് ആഴ്സണൽ മാച്ചിൻ്റെ ഫസ്റ്റ് മാച്ച് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ആഴ്സണലിൻ്റെ ഹോം മാച്ചാണ്. സെക്കൻഡ് മാച്ചാണ് പാർക്ക് ഡി പ്രിൻസസിൽ വരിക, PSG-യുടെ ഹോം മാച്ച് വരിക. സോ അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു മാച്ചിൽ ആര് വിജയിക്കും എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പ്രഡിക്ഷനിൽ ഫസ്റ്റ് മാച്ചിൽ PSG വേഴ്സസ് ആഴ്സണൽ വിജയിക്കും. പിന്നെ അതുപോലെ തന്നെ ഇന്റർ മിലാൻ വേഴ്സസ് ബാഴ്സലോണ വിജയിക്കും. ബാഴ്സലോണയും ആഴ്സണലും തമ്മിൽ ഫൈനൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ചാമ്പ്യൻസ് ലീഗാണ്, എന്ത് വേണേലും നടക്കാം. നമുക്ക് നോക്കാം ഈ ഒരു സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ആരടിക്കും. നിങ്ങൾക്ക് ആരാണ് ഈ ഒരു പ്രഡിക്ഷൻ, ആര് ഫൈനലിലോട്ട് എത്തുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ താങ്ക് യു സോ മച്ച്.